Name of this place Suicide Point. So Suicide Point name changing. Green Valley View 1995 name changing. Because Suicide Point name is little bit dangerous. So dangerous and unnecessary name. Arvi changed the name 1995 PV Narasimha Rao. That period Prime Minister of India. Separate and VIP chief guest in May Manthukodi festival. That time changed the name. Green Valley View in Suicide Point. Suicide Point and Green Valley View. Okay sir. സഡൻ ചോദിക്കുന്ന സമയത്തിൽ നമുക്ക് വരുന്നില്ല. ഓക്കെ ഒന്നും കുഴപ്പമില്ല. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഗ്രീൻ വാലി എന്ന പഴയ സൂയിസൈഡ് പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്ന അതിഗംഭീരമായിട്ടുള്ള സ്റ്റോളുകളും വൈൻ ഷോപ്പുകളും. വൈൻ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിവറേജസ് പോലത്തെ വൈൻ ഷോപ്പല്ല, നാടൻ ഈ വീഞ്ഞ് കിട്ടുന്ന കടകൾ ഉൾപ്പെടെ ഒട്ടനവധി ക്യൂരിയസുകളും സുവനീറുകളും തണുപ്പിനെ അകറ്റാനുള്ള വസ്ത്രങ്ങളും അങ്ങനെ ഒരുപാട് സ്റ്റോളുകളെല്ലാം താണ്ടിക്കൊണ്ട് നമ്മൾ ഈ പഴയ സൂയിസൈഡ് പോയിൻ്റ് എന്ന പുതിയ ഗ്രീൻ വാലിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്, നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുമ്പോൾ ഒരുപാട് പഴയ സിനിമകളിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഈ ഗ്രിൽസിന് ഇടാത്ത ഭാഗം കാണുമായിരുന്നു. പണ്ട് ജീവിതം അടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നതാണ് ഈ പോയിന്റിന് സൂയിസൈഡ് പോയിന്റ് എന്ന പേര് വരാനുള്ള കാരണം എന്നെല്ലാവർക്കും അറിയാം. ഇപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ആരും മരിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ സർക്കാർ അതിനെ വേലിയെല്ലാം കെട്ടി മറിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി മസാല ചായയൊക്കെ അടിച്ചതിന് ശേഷം നല്ല കോടയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളവിടെ നിന്ന് മെല്ലെ ചിലയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയ സ്നാക്സ്, ബ്രെഡ് സാൻഡ്വിച്ച്, അങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ നമുക്കിവിടെ ലഭ്യമാണ്. നമ്മളവിടെ നിന്നും പുറപ്പെട്ട് നമ്മൾ ഗോൾഫ് കോഴ്സിനെ ലക്ഷ്യമാക്കി നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോൾഫ് കോഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അറിയാലോ, ഗോൾഫ് കളിക്കുന്ന ഒരു ക്ലബ്ബാണ്. പക്ഷേ അത് മെമ്പേഴ്സിന് മാത്രമാണ് അലൗഡ്. എല്ലാവർക്കും അവിടെ കയറി ഗോൾഫ് കളിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഗോൾഫ് കോഴ്സിൻ്റെ കാഴ്ചകൾ തേടി പോകുന്നത് മറ്റൊരു രസകരമായിട്ടുള്ള വ്യൂ പോയിന്റിലേക്കാണ്. ആ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ അത് ഞാൻ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ കുറച്ച് നേരം കൂടെ. ഞങ്ങൾ രാജകീയമായി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെന്ത് കാണുന്ന സമയം അവിടെ നോക്കിയാൽ സാറേ തൊട്ടടുത്ത് നോക്ക്, ക്ലിയർ ആയിട്ട് കാണില്ല. അത് പില്ലർ റാക്ക് எல்லாம் இது பில்லர் ராக்ஸ்னு பறையும். ஆக்சுவலி பில்லர் ராக் நம்பர் 1 ராக் மட்டும் நத்திங் டு சப்போர்ட். ஸோ நம்பர் 2, நம்பர் 3, நம்பர் 4 இவரை 4 ராக்ஸஸ் உண்டு. அதில் 2, 3, 4 3 ஜாயிண்டில் இருக்கும். அது நம்பர் 1 முதல்ல எந்த ஜாயிண்ட்டும் கிடையாது. அது பில்லர் ராக். കുറച്ച് സമയം എടുക്കെങ്കിൽ അത് ക്ലിയർ ആകും. ജസ്റ്റ് ഒരു മറ്റേ സൈഡിലാണ് ഗുണ കേവ്സ് വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് ഗുണ കേവ്, ബാക്ക് സൈഡ് താളം ഉണ്ട് ഗുണ കേവ്. സമ്മറിൽ അല്ലെങ്കിൽ ഇത്രയും കോട ഇല്ലെങ്കിൽ നമുക്ക് ഇത് കറക്റ്റ് കാണാൻ പറ്റും. ഞാൻ വല്ല സ്റ്റോക്ക് വീഡിയോസോ അല്ലെങ്കിൽ പിക്ചേഴ്സോ അല്ലെങ്കിൽ ഞാൻ അതിന് സൈഡിൽ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പോഴേ കാണുന്നത് ഇപ്പോൾ കുറച്ച് കാണും. ക്യാമറയിൽ ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. നമ്മൾ കണ്ട അതിസുന്ദരമായിട്ടുള്ള പില്ലർ റോക്സിലേക്ക് നമ്മൾ വന്നതാണ് കാണുന്നത്. ഇവിടെ ഒരു ടോയ്ലറ്റ് സമുച്ചയം, ഈ ടോയ്ലറ്റ് സമുച്ചയം കാണാം. ഇവിടെ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങോട്ടുള്ള എൻട്രി ഉണ്ടല്ലോ മോനെ, അതൊരു എൻട്രിയാണ്. എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മാസ് എൻട്രിയാണ്. നമുക്ക് കാതൽ റോജാവയൊക്കെ നമുക്ക് പാടാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു മാസ് എൻട്രിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ആദ്യം ഈ പില്ലർ റോക്സിൻ്റെ ചില കാഴ്ചകൾ ആദ്യം കണ്ടു കാണും. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്സും ബാക്കി കാര്യങ്ങളും ഇവിടുത്തെ ഡിസിപ്ലിൻസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് കൂട്ടുകാരുടെ കൂടെ നമ്മളെ പെരപ്പുറത്തിരിക്കുന്ന ചില കൂട്ടുകാരുടെ കൂടെ നമ്മൾ മെല്ലെ ഈ പില്ലർ റോക്സിൻ്റെ അകത്തേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒട്ടനവധി ഇതെല്ലാം ആർട്ടിഫിഷ്യൽ സംഭവങ്ങളാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡ് കാണാം. അങ്ങനെ ഒട്ടനവധി കാഴ്ചകൾ. ശരിക്കും ഇവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യണം. നല്ല കാഴ്ചകളാണ്. ഇപ്പോൾ ഒരു 1500 ഫീറ്റ് ഹൈറ്റിൽ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് இந்த സ്ഥലം. ഫുൾ കോടയാണെങ്കിലും ആ ഭാഗം നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇന്ന് ഫുൾ കോടയാണ്, ഒരു രക്ഷയില്ല. അവിടെ ഫുൾ കോടയാണെങ്കിലും നമ്മളിവിടെ ഫുൾ അടിച്ചു പൊളിക്കുകയാണ്. അപ്പോൾ കോട മാറുന്ന ഒരു സമയം കിട്ടുന്നൊരു വിഷ്വൽ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അതിമനോഹരമായിട്ടുള്ള പാലം കണ്ടു. ആ പാലത്തിന് നിർമ്മിതി എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ്, ഇതൊരു ഗംഭീര നിർമ്മിതിയാണ്. ഇതിലൂടെ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ശരിക്കും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് തന്നെയാണ്. ഇവിടെ കാണാൻ വേണ്ടി ഒട്ടനവധി പേര് വരുന്നുണ്ട്. ഞങ്ങളൊരു വീക്ക് ഡേ ആയതുകൊണ്ട് ഇവിടെ തിരക്ക് കുറവാണെന്നാണ് പറഞ്ഞത്.
സോ ദിസ് ഇസ് പില്ലർ റോക്സ്. പക്ഷേ കോട കാരണം പില്ലർ റോക്സ് ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്, സോറി. അങ്ങനെ പറഞ്ഞ് ഇതാ നമ്മൾ പില്ലർ റോക്സിൻ്റെ കോടയില്ലാത്തൊരു വ്യൂ കണ്ടിരിക്കുകയാണ് ഗൈസ്. കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം കോടയില്ലാത്ത വ്യൂ നമ്മൾ കണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്പർ 1 റോക്ക് ഏത് സപ്പോർട്ട് അല്ല, ഓൺലി ഫ്രണ്ട് ബാക്ക് നത്തിങ് ടു സപ്പോർട്ട്. നമ്പർ 2 നമ്പർ 3 സപ്പോർട്ട്, നമ്പർ 3 നമ്പർ 4 സപ്പോർട്ട്. ദ ലാസ്റ്റ് കോർണർ ഇസ് ദ 4th rock. 1 2 3 4. ഓക്കെ, ഗ്രേറ്റ്. 4 കണ്ട അത് ഫസ്റ്റ് റോക്ക് மட்டும் ഏത് സപ്പോർട്ട് അല്ല, നത്തിങ് ടു സപ്പോർട്ട്. ഇസ് ആൾ ആർ കാളിംഗ് ഫോർ പില്ലർ റോക്സ്. So next time also you are not calling for pillar rocks. Pillar rock, only for pillar rock, number 1. Okay. 2 3 4. Yes. അങ്ങനെ അതിസുന്ദരമായ അതിഗംഭീരമായ പില്ലർ റോക്സിൻ്റെ ഭാഗത്ത് നിന്ന് കുറേ വിഷ്വൽസും കുറേ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഇവിടെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മളിവിടുന്ന് മെല്ലെ പുറപ്പെടാനുള്ള ഒരു ശ്രമത്തിലാണ്. നമ്മളിനി എങ്ങോട്ടാണ് പുറപ്പെടുന്നുള്ള ചോദ്യം, ആ ചോദ്യമാണ് ഇവിടെ അവസാനിക്കാൻ പോകുന്നത്. എക്കാലത്തെയും പ്രശസ്തമായിട്ടുള്ള സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള സ്ഥലം ഏതാണ്? നമ്മുടെ സ്വന്തം ഗുണ കേവ്സ്. ദ മോസ്റ്റ് അവൈറ്റഡ് ഗുണ കേവ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ ഒപ്പം തന്നെ കുറേ ഒരു കോളേജിൻ്റെ ടീംസിലെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവർ കുറച്ച് ബഹളമയമാണെങ്കിലും നമുക്ക് ഒരു എൻജോയബിൾ ആയിരുന്നു. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗുണ കേവ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ എൻട്രി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ തിരക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കടന്ന് കയറി പോകാവുന്നതേ ഉള്ളൂ. സൂപ്പറാണ്. ഇവിടെ ദൃശ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഗൈഡ് നമുക്ക് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും എന്താണ് ഗുണ കേവ് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് ദൃശ്യങ്ങൾ മാത്രം ഒന്ന് കാണുക. എൻ്റെ മോനെ ഒന്നും പറയേണ്ട കാര്യമില്ല. ശരിക്കും സ്കോട്ട്ലൻഡിനെ വെല്ലുന്ന നമ്മുടെ നാട്ടിലൊരു അടിപൊളി സ്ഥലം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യും നമ്മുടെ ഗുണ കേവ്സും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണാനിരിക്കുന്ന നമ്മുടെ കൊടൈക്കനാൽ പൈൻ ഫോറസ്റ്റും. സൂപ്പർ മോനെ എന്ന് പറഞ്ഞാൽ സൂപ്പർ മോനെ എന്നുള്ളവരാണ്. ഇവിടെയൊക്കെ ശരിക്കും വന്നിട്ട് ശരിക്കും നമുക്ക് ഒരു ഫിലിം യൂണിറ്റൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് ഗംഭീരമായിട്ടുള്ള ഫിലിമൊക്കെ നമുക്ക് എടുക്കാനുള്ളൊരു സംഭവം നമുക്ക് തോന്നും. നമ്മളും കുഞ്ഞും ഫിലിം മേക്കേഴ്സ് ആയത് കാരണം നമ്മുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും എന്നും നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്ന് ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്നതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. കേവ്സ് കണ്ട് വരുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്, നമ്മളങ്ങോട്ട് കാണാൻ പോകുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ കുറേ പേര് അങ്ങോട്ടും നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഗുണ കേവ് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ടൊരു സ്പോട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ആക്ച്വലി എല്ലാവരും വിചാരിക്കും ആ കാണുന്നതാണ് ഗുണ കേവ്സും, പക്ഷേ ഈ കാണുന്നതാണ് ഗുണ കേവ്സ്. ഫസ്റ്റ് അത് ഫോക്കസ് ചെയ്യും. அது கேவ். ஆக்சுவலி இது நேம் வந்து குணா கேவ் பிஃபோர் வந்து இதோட நேம் வந்து டெவில்ஸ் கிச்சன். ஸோ இப்போ டெவில்ஸ் கிச்சனுக்கு அடுத்து இது உள்ள ஒரு ஷூட்டிங் எடுத்தது, அது குணாண்ட ஃபிலிம். ஸோ ஆஃப்டர் மஞ்சுமல் பாய்ஸ் 1991 கமல்ஹாசன் ஃபிலிம். ஸோ ஆஃப்டர் மஞ்சுமல் பாய்ஸ். ஸோ மஞ்சுமல் பாய்ஸ் வந்து ஆஃப்டர் குணா கேவ் அது நேச்சுரல் ஒரு ஃபிலிம், அது உண்மை சம்பவம். இந்த கேவு ஸ்டார்டிங் எப்படி வந்ததுன்னா, கொடைக்கானல் வந்து ஃபுல்லு ஹில்ஸ் ஏரியா, அதில் நல்ல மழை ரெய்னிங் டைம்லாம் வந்து லைட்டிங், நல்ல இடி மின்னல் இருக்குல்ல, இடி மின்னல் லைட்டிங், அதில் வந்து ஒரு மலை மேலே விழுகும்போது அது வந்து ராக்ஸஸ் எல்லாம் ப்ரோக்கன் ஆகிடும். அப்போ ப்ரோக்கன் ஆகும்போது நம்மளுக்கு இது மாதிரி ஒரு கேவு கிட்டும். அந்த கேவு கிட்டுறதுல வந்துட்டு இது ஆரம்பத்தில் பிரிட்டிஷ் மெம்பர்ஸ் எல்லாம் ஜஸ்ட் ஒரு பை வாக்கு மாதிரி எல்லா பிளேஸும் போய் வந்து விசிட் பண்ணுவாங்க. அந்த சேம் சில்ட்ரன்ஸு கொச்சியில் எல்லாத்தையும் விழிச்சிட்டு போகிற சமயத்துக்கு ஃபுல்லாகிட்டு கோடை. ஸோ வள்ளி ஆൾക്കാർക്ക് கோடைனா அறியும், சில்ட்ரன்ஸுக்கு கோடைனா அறியல. அது வந்து ஃபுல்லு கோடை வந்து புகை மாதிரி இருக்கும், ஸ்மோக் மாதிரி. அப்போ அந்த சில்ட்ரன்ஸ் எல்லாம் ஃபாதர்ஸ் மதர்ஸு அவங்க ரிலேஷன்ஸ்லாம் டிஸ்டர்ப் பண்ணுற மாதிரி டவுன்லேருந்து என்ன புகை அதிகமாக வருது, ஸ்மோக் அதிகமாக இருக்குன்னு கேட்கவும் ஜஸ்ட்டு ஒரு ஜாலிக்கு சொன்ன நேம். டவுனில் வந்து டெவில்ஸ் எல்லாம் குக்கிங் பண்ணிட்டு இருக்கு, அதனால தான் அது ஸ்மோக் அதிகமாக வருதுன்னு ஜஸ்ட்டு ஒரு ஜாலிக்கு சொன்ன நேமு தான் அந்த நேமு. அதுக்கு அப்புறம் வந்து கமலஹாசன் ஒரு டூயட் சாங் சீன் எடுத்தது, அது ரொம்ப ஃபேமஸ் இல்லை படம், பட் அந்த சாங் வந்து நல்ல ஃபேமஸ். கண்மணி அன்போடு காதல். நீங்கள் 2 லைன் படித்தேன் சார். கண்மணி அன்போடு அந்த சாங் நல்ல ஃபேமஸ். அப்போ எல்லாம் வந்து அது புகை காண அந்த சாங் எல்லாம் காண வந்த சமயத்தில் மஞ்சுமல்ன்ற வில்லேஜ்லேருந்து வந்து கண்டு சுபாஷ்ன்ற ஒரு ஆக்சிடென்ட் ஆகி தாழ போகும். அது அவரோட ஃப்ரெண்டு மேலே எடுத்துகிட்டு வந்துடும். அது மஞ்சுமல் பாய்ஸ் படம் எடுத்தது. ஓகே.
ആക്ച്വലി എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുറേ വേരുകളാണ് ഗുണ കേവ്സ് എന്നാണ് ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ വേരുകളല്ല ഫ്രണ്ട്സ് ഗുണ കേവ്സ് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഡെവിൽസ് കിച്ചൺ എന്നുള്ള ആ പ്രൊട്ടക്റ്റഡ് ഭാഗമാണ്. അവിടെയാണ് സുഭാഷ് മഞ്ഞുമൽ ബോയ്സിൽ വീഴുന്ന ആ ഒരു സ്ഥലം. പക്ഷേ ഗുണ കേവ്സ് എന്ന് പറയുമ്പോൾ ഈ വേരുകളാണെന്നാണ് കുറേ പേര് വിശ്വസിച്ചിരുന്നത്. ഞാനും അങ്ങനെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. പക്ഷേ അതല്ല. പക്ഷേ ഈ വേരുകൾ ആ ഗുണ കേവ്സിൻ്റെ ലാൻഡ് മാർക്കാണെന്ന് മാത്രം. ഇവിടെ തന്നെ ഒട്ടനവധി പ്രകൃതിദത്തമായിട്ടുള്ള കാഴ്ചകളുണ്ട്. ഈ ഭാഗത്തും താഴേക്കൊരു വലിയ വാലിയാണ്. അങ്ങോട്ട് മനുഷ്യന്മാർ വീഴാതിരിക്കാൻ വേണ്ടി കുറേ പ്രിവെൻറ്റീവായിട്ടുള്ള ഫെൻസസ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു ഭീകരമായിട്ടൊരു ഫിലിമാറ്റിക് അന്തരീക്ഷമാണ്. ഒരു സ്കോട്ടിഷ് ഇംഗ്ലീഷ് ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്ത ഗംഭീരമായിരിക്കില്ലേ എന്നുള്ള ഫ്രെയിമിലാണ് ആ ഒരു ആംഗിളാണ് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കണക്കിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതിയുടെ ഏതൊക്കെയോ പ്രതിഭാസങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള കുറേ ഒരു എവല്യൂഷൻ്റെ ഭാഗമായിട്ട് നേച്ചുറൽ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഒരു സംഭവമാണ്, ഒരു പ്രതിഭാസമാണിത്. ഇവിടെ ഒരു പൂട്ടിക്കെട്ടിയ വാച്ച് ടവർ കാണാം. ആരും കയറാതിരിക്കാൻ വേണ്ടി വാച്ച് ടവർ അടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുകളുടെയൊക്കെ മനോഹരമായിട്ട് കാഴ്ചകൾ താണ്ടിക്കൊണ്ട് നമ്മൾ ഈ ഗുണ കേവ്സിൻ്റെ അടുത്തുള്ള ഒരു സൂയിസൈഡ് പോയിൻറ്റിന് സമാനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വന്നു. ഇവിടെയും ഫുള്ള് കോടയാണ് ഗൈസ്, ഫുൾ കോടയാണ്. ഇതിൻ്റെ ഒരു എന്താ പറയുക, കോടയില്ലാത്ത സമയത്തൊക്കെ വരികയാണെങ്കിൽ താഴെ വാലി കാണാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കോടയുള്ള സമയത്ത് തന്നെ വന്ന് കാണണം. ബിക്കോസ് പ്ലെയിൻ ഏരിയസിലും നമുക്ക് ഈ കോട കാണാനുള്ള ഭാഗ്യം ഉണ്ടാവാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് നമ്മുടെ ഗുണ കേവ്സിൻ്റെ അവിടെയുള്ള ഒരു വ്യൂ പോയിൻ്റാണ്. ഇതിന് മേലത്തെ വാച്ച് ടവർ അടച്ചു വെച്ച് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഇവിടെ താഴെ ഭയങ്കര വാലിയാണ് കാണേണ്ടത്. 1500 ഫീറ്റ് എബോവ് സീ ലെവലിലാണ് പറയുന്നത്. പക്ഷേ ഇന്നലെയൊക്കെ വന്നിരുന്നെങ്കിൽ കറക്റ്റ് വ്യൂ കിട്ടുമായിരുന്നു. ഇന്ന് നല്ല കോട, മീൻസ് ഫുൾ കോട, ഒരു രക്ഷയില്ല. കൊടൈക്കനാലിൻ്റെ ശരിക്കും പേരിനെ സാർത്ഥകമാക്കുന്ന കോടൈക്കനാൽ ഫുൾ കോട. ഇന്ന് ഒരു സീനും കാണാൻ നിവൃത്തിയില്ല. ഇതിൻ്റെ കോട ഇല്ലാത്ത വല്ല ക്ലിപ്സ് അല്ലെങ്കിൽ ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാൻ ശ്രമിക്കാം. സോ വെയിറ്റ്. So my love, Princess of Hills. See you in the next episode. Bye bye.